ദിലീപ്, ഇന്നലെ നമ്മൾ ഈ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ദിലീപ് സ്വീകരിച്ചൊരു നിലപാട്, ഈ ഡീൽ ആരോപണം ഇപ്പോൾ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് LDF ക്യാമ്പിനാണ് എന്നാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുന്നു. VD സതീശൻ ഒരു വലിയ ചരിത്രം തന്നെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരുമായിട്ടാണ് ഡീൽ, RSSുമായിട്ട് നടത്തിയ ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും ദിലീപ് ആ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ CPIM-നെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങൾ, വികസന വിഷയമല്ലാത്ത മറ്റു വിഷയങ്ങൾ, അത് ചർച്ചയ്ക്ക് വരുന്നത് ഗുണകരമല്ല എന്ന ഒരു നിലപാട് CPIM-നുണ്ട്. അതാണ് ശബരിമല വിഷയം അങ്ങനെ അത് ചർച്ചയാകരുത് എന്ന് CPIM ആഗ്രഹിക്കുന്നത്. അതേസമയം ചർച്ചയാവുകയാണെങ്കിൽ അടൂർ പ്രകാശ്, സോണിയാഗാന്ധി തുടങ്ങിയ ആ കാര്യങ്ങൾ കൂടി കൊണ്ടുവരും. അത് UDF-നെ സംബന്ധിച്ച് അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ അജയ് തറയിൽ മാത്രമല്ല, ഈ കാര്യം കൂടി കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട്. ഏതായാലും ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇത് ഈ ഡീലിൽ ചുറ്റി തന്നെ കറങ്ങുകയാണ്. അതായത് CPIM എന്താഗ്രഹിച്ചോ ആ നിലയിൽ തന്നെ പോവുകയാണ്. ഇപ്പോഴും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയും VD സതീശനും നേർക്കുനേർ എന്ന നിലയിലേക്ക് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത് രണ്ടുപേരും അവരുടെ ഭൂതകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പോരാട്ടമാണ്, വാക് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അത് EMS-ന് ബാഡ്ജ് കുത്തി കൊടുത്തത് വരെ VD സതീശൻ, അതെ, EMS-ന് ബാഡ്ജ് കുത്തി കൊടുത്ത കാര്യം അതൊക്കെ ആ ജനതാ പാർട്ടി കാലത്തുള്ളതാണ്. ഏതായാലും ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 79 ആ കാലഘട്ടത്തിൽ ഹറാമല്ല ഹറാം എന്ന് പറഞ്ഞ് ചന്ദ്രിക ഒരു കാർട്ടൂൺ വരച്ചിരുന്നു. അത് അന്ന് ഇടതുമുന്നണിയുടെ ഭാഗം, അന്ന് ഇടതുമുന്നണി രൂപീകൃതമായില്ലെങ്കിലും CPIM-ന്റെ ഒപ്പം നിന്ന ആ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ കൊണ്ട് CPIM പന്നി ഇറച്ചി കഴിപ്പിക്കുന്നതാണ് ആ ചന്ദ്രിക കാർട്ടൂൺ. അപ്പോൾ അങ്ങനെയുള്ള ആ കാർട്ടൂണൊക്കെ വന്നു. അതിനുശേഷം അങ്ങനെ കേരള രാഷ്ട്രീയം ആ വിഷയത്തിൽ തന്നെ, അന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ പഴയ ജനസംഘം നേതാക്കളൊക്കെ. ഏതായാലും അതിനുശേഷം തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് പാണ്ഡ്യം ഗോപാലൻ്റെ മരണത്തെ തുടർന്ന് നടക്കുന്നു. അന്ന് RSSന്റെ വോട്ട് വേണ്ട, അതായത് ജനതാ പാർട്ടിയിലെ RSS ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ വോട്ട് വേണ്ട എന്ന നിലപാട് EMS എടുക്കുന്നു. അന്ന് ജയിച്ചത് കോടിയേരിയുടെ ഭാര്യാപിതാവായിട്ടുള്ള രാജഗോപാൽ. അതേസമയം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലത്തിൽ ഈ ജനതാ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അവിടെ CT അഹമ്മദ് അലിയെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട്. അങ്ങനെ ഈ ജനതാ പാർട്ടി CPM ബന്ധം പിന്നീട് വഷളാവുന്നു. അതിനുശേഷം ജനതാ പാർട്ടി അന്നത്തെ CPIM സഖ്യത്തിൽ നിന്ന്, അതായത് അവർ അടുപ്പിക്കുന്നില്ല CPIM നേതൃത്വം എന്ന് വന്നപ്പോൾ K കരുണാകരൻ സഹായഹസ്തവുമായി വരികയും ഒരു പരസ്യമായ ഒരു മുന്നണി എന്ന നിലയിലായിരുന്നില്ല. അത് 80-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3 ലോക്സഭാ സീറ്റും 25 നിയമസഭാ സീറ്റും ജനതാ പാർട്ടിക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ധാരണയായിരുന്നു. അത് ആ സഖ്യത്തിലല്ല, പകരം ഈ 3 മണ്ഡലങ്ങളിൽ അവരെ പിന്തുണയ്ക്കുന്നതിനുള്ള തീരുമാനം. അങ്ങനെ കാസർഗോഡ് O രാജഗോപാൽ, പെരിങ്ങളം മണ്ഡലത്തിൽ KG മാരാർ എന്നിവർ സ്ഥാനാർത്ഥികളായി വരികയും ചെയ്തു. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് ആ ധാരണ, അതേ പഴയ കാർട്ടൂൺ ഉണ്ടല്ലോ, ആ ഹറാമല്ല ഹറാം എന്നുള്ളത്, അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ ആ ചരിത്രത്തിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ, അത് പിന്നീട് കേരളത്തിൽ ഈ BJP ഹിന്ദു മുന്നണി എന്ന നിലയിൽ പലയിടങ്ങളിലും മത്സരിക്കുന്ന കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡീൽ വിവാദം അത് ഇങ്ങനെ തന്നെ പോകണമെന്ന് CPIM ആഗ്രഹിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ മുസ്ലിം വോട്ടുകൾ LDF-ൽ നിന്ന് അകന്നു എന്ന കണക്കുകൂട്ടലാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തുടങ്ങി SDP തുടങ്ങി UDF-ന് അനുകൂലമായിട്ടാണ് ഈ വോട്ടുകൾ പോകുന്നത് എന്ന കണക്കുകൂട്ടൽ. ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ പക്ഷേ അത് അകലുന്നു. ആ ഹിന്ദു വോട്ടുകളെ ഒപ്പം നിർത്തുക. അതായത് ദിലീപ് ലളിതമായി പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ഹിന്ദു വോട്ടുകളുടെ അല്ലല്ല, ഈ RSS വോട്ടുകളുടെ അനുകൂലമാക്കി മാറ്റാൻ സഹായിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.